വ്യക്തി അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നടൻ മോഹൻലാൽ നൽകിയ ഹർജിയിൽ നടപടിയുമായി ദില്ലി ഹൈക്കോടതി. മോഹൻലാൽ സമർപ്പിച്ച ലിങ്കുകൾ നീക്കം ചെയ്യാൻ കോടതി നിർദ്ദേശം നൽകി. തന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ശബ്ദവും അടക്കം ദുരുപയോഗം ചെയ്യപ്പെടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നടൻ മോഹൻലാൽ സമർപ്പിച്ച ഹർജിയിൽ ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ്. നടൻ സമർപ്പിച്ച ലിങ്കുകൾ നീക്കം ചെയ്യാൻ കോടതി നിർദ്ദേശം നൽകി. ജസ്റ്റിസ് ജ്യോതി സിംഗ് ആണ് ഹർജി പരിഗണിച്ച് ഉത്തരവിട്ടത്. മോഹൻലാലിന് വേണ്ടി MF ഫിലിപ്പ്, ശ്രീഹരി, ഇന്ദു കലാധരൻ, സ്മിത ദാമോദരൻ എന്നിവരാണ് ഹാജരായത്. ഇവർ മോഹൻലാലിന്റെ ഹർജിയുമായി ബന്ധപ്പെട്ട നിരവധി സമൂഹ മാധ്യമ ലിങ്കുകൾ ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. ലിങ്കുകൾ ക്രോഡീകരിച്ച പ്രത്യേകം അപേക്ഷ സമർപ്പിക്കാൻ അഭിഭാഷകനോട് കോടതി നേരത്തെ നിർദ്ദേശിച്ചു. വ്യക്തി എന്ന നിലയിലുള്ള അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും തന്നെ ബാധിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലെ ഉള്ളടക്കങ്ങൾ നീക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു മോഹൻലാൽ ഹർജി സമർപ്പിച്ചത്. മെറ്റ അടക്കം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ എതിർകക്ഷികളാക്കിയായിരുന്നു ഹർജി. അതേസമയം ഹർജിയെ മെറ്റ എതിർത്തിരുന്നു. മോഹൻലാൽ കേരളത്തിൽ നിന്നുള്ള വ്യക്തിയാണെന്നും ഡൽഹി ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽ വരുന്ന വിഷയമല്ലെന്നുമാണ് മെറ്റ വാദിച്ചത്. ബോളിവുഡ് താരങ്ങളായ അമിതാഭ് ബച്ചൻ, അഭിഷേക് ബച്ചൻ, ഐശ്വര്യ റായ് ബച്ചൻ, അനിൽ കപൂർ, സോനാക്ഷി സിൻഹ തുടങ്ങിയവർ നേരത്തെ സമാന വിഷയങ്ങൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല വിധി നേടിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.